ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ എഡിറ്റ് ദ പാസേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. +2 ഇംഗ്ലീഷ് എക്സാമിന്, അതായത് 2024, 2023 അതേപോലെ 2021 എക്സാമിന് ചോദിച്ച 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എഡിറ്റ് ദ പാസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു പാസേജ് തരും, അതിൽ ഇറേഴ്സ് ഉണ്ടാവും, തെറ്റുകളുണ്ടാവും, നമ്മളത് കറക്റ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ എപ്പോഴും ഇത് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. അതിൻ്റെ മീനിങ് എന്താ? ഇതിൽ 4 ഇറേഴ്സ് ഉണ്ട്. 4 ഇറേഴ്സും കറക്റ്റ് ചെയ്താൽ നമുക്ക് 4 മാർക്സ് കിട്ടും. അപ്പോൾ ഇറർ എന്ന് പറയുമ്പോൾ ഗ്രമാറ്റിക്കൽ ഇറേഴ്സാണ് എപ്പോഴും കണ്ടുവരാറ്. ചെറിയ ക്ലാസ്സിലൊക്കെയാണ് സ്പെല്ലിംഗ് ഇറേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. വലിയ ക്ലാസ്സസിലൊക്കെ ആകുമ്പോൾ ഗ്രമാറ്റിക്കൽ ഇറേഴ്സാണ് കൂടുതൽ കാണാറ്. പക്ഷേ സ്പെല്ലിംഗ് ഇറേഴ്സും കാണാറുണ്ട്. അതായത് വലിയ ക്ലാസ്സിലായ സ്പെല്ലിംഗ് ഇറേഴ്സ് ചോദിക്കുകയില്ല എന്ന് മീനിങ് ഇല്ല. സ്പെല്ലിംഗ് ഇറേഴ്സും ചോദിക്കും, അതേപോലെ ഗ്രമാറ്റിക്കൽ ഇറേഴ്സ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഗ്രാമറിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി 4 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലാണ് എഡിറ്റ് ദ പാസേജിൻ്റെ ഒക്കെ ആൻസർ വേഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേഗം ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2024 ചോദിച്ചതാണ്. I would noticed a woman sitting by a side of the road, portioning out all too meager amounts to dal and rice for her family. ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ കുറേ ഇറേഴ്സ് ഉണ്ട്, വിച്ച് മീൻസ് ഈ ഒരു ഷോർട്ട് പാസേജ്, ഷോർട്ട് സെൻറ്റൻസിൽ ആക്ച്വലി 4 ഇറേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ വലിയ ഇറേഴ്സ് ഫീൽ ചെയ്യണമെന്നില്ല. ബട്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് വായിക്കുക, സ്റ്റാർട്ടിങ് മുതൽ ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഐ വുഡ് നോട്ടസ്ഡ് എ വുമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ വുഡ് നോട്ടസ്ഡ്, അവിടെ ഒരു ഇറർ ഉണ്ടല്ലോ. എന്താണ്? ഐ വുഡ് കഴിഞ്ഞിട്ട് നോട്ടസ് എന്നേ വരുള്ളൂ. അതായത് ഐ വുഡിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ V1 ഫോം ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞാൽ നോട്ടസ് എന്നുള്ള വാക്ക് തന്നെയേ വരുള്ളൂ. നോട്ടസ് എന്നുള്ള വേർഡിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോമാണ് ഈ നോട്ടസ് എന്ന് പറയുന്നത്. ഇതിനെ നോട്ടസ്ഡ് എന്നാക്കിയേക്കാണ് ഇവിടെ അല്ലേ. ആക്ച്വലി വുഡിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വേർബാ വരുള്ളൂ. ഐ വുഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ED ഫോമിൽ ചേർത്ത വേർഡ്സ് വരില്ല. ഐ വുഡിന് ശേഷം വരുന്നത് ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ V1 ഫോം ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞാൽ നോട്ടസ് എന്നുള്ള വേർഡാണ് വരിക വുഡിന് ശേഷം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഇറർ. ഐ വുഡ് നോട്ടസ് എന്നാണ് വരിക. നെക്സ്റ്റ് വൺ നോക്കിയേ, എ വുമൻ സിറ്റിംഗ് ബൈ എ സൈഡ് ഓഫ് ദി റോഡ്. ബൈ എ സൈഡ് ഓഫ് ദ റോഡ്, അതിലൊരു എന്തോ ഒരു തെറ്റുണ്ടല്ലോ. ബൈ എ സൈഡ് ഓഫ് ദി റോഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതെങ്ങനെയാണ് വരാ? റോഡിൻ്റെ ഒരു സൈഡിൽ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ബൈ എ സൈഡ് ഓഫ് ദി റോഡ് എന്ന് പറയുന്നതിൽ ഒരു എററില്ലേ? ശരിക്കും അവിടെ വരേണ്ടത്, ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് എന്താണ്? ബൈ ദി സൈഡ് ഓഫ് ദി റോഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു റോഡിൻ്റെ ഒരു ഇന്ന സ്ഥലത്ത്. ഓക്കെ, ബൈ ദി സൈഡ് ഓഫ് ദി റോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീനിങ് എന്താണ്? റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇരിക്കുന്നു. എ സൈഡ് എന്ന് പറയുമ്പോൾ ഏതോ സൈഡിൽ നിന്നായി പോവാണ് അല്ലേ, ഒരു സൈഡിൽ നിന്നായി പോവാണ്. ബൈ ദി സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു ലൊക്കേഷൻ കാണിക്കാനാണ്. ഓക്കെ, ഇപ്പോൾ റോഡിൻ്റെ തൊട്ടടുത്തിരിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. റോഡിൻ്റെ ഏതോ സൈഡിൽ നിന്നുള്ളതിനേക്കാൾ ബൈ ദി സൈഡ് ഓഫ് ദ റോഡാണ് അവിടെ ആപ്റ്റായിട്ട് വരുന്നത്. പോർഷനിങ് ഔട്ട് ഓൾ ടു മീഗർ. മീഗറിൻ്റെ സ്പെല്ലിംഗ് നോക്കിയേ, MEEGER ആണ്. ശരിക്കും മീഗറിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? MEAGER ആണ്, മീഗർ. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, അവിടെ സ്പെല്ലിംഗ് എറർ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ സ്പെല്ലിംഗ് എറേഴ്സും വരാം. മീഗർ എന്ന് പറയുമ്പോൾ MEAGER ആണ് വരാം. മീഗർ അമൗണ്ട്സ് ടു ദാൽ. ടു ദാൽ എന്നാണ് പറയുക. ആ ഒരു ക്വാണ്ടിറ്റി കാണിക്കാനാണ് കേട്ടോ, ദാലിൻ്റെ അളവ് കാണിക്കാനാണ്. അമൗണ്ട്സ് ടു ദാലായിരിക്കോ അമൗണ്ട്സ് ഓഫ് ദാലായിരിക്കോ വരാം? ദാലിൻ്റെ എന്ന് പറയുമ്പോൾ അമൗണ്ട്സ് ഓഫ് ദാലാണ് വരിക അല്ലേ. ആ ഒരു അളവ് കാണിക്കാനായിട്ട് ടു എന്നുള്ളത് യൂസ് ചെയ്യില്ലല്ലോ. അളവ് കാണിക്കാനായിട്ട് ദാലിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ അമൗണ്ട്സ് ഓഫ് ദാൽ എന്നാണ് വരിക. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ?
അപ്പോൾ ഫസ്റ്റ് വൺ ഐ വുഡ് നോട്ടിസ്ഡ് എന്ന് വരില്ല, കാരണം അവിടെ വുഡിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വേർബാണ് വരിക. അതിനുശേഷം സിറ്റിംഗ് ബൈ എ സൈഡ് എന്ന് വരില്ല, സിറ്റിംഗ് ബൈ ദ സൈഡ് ഓഫ് ദ റോഡ് എന്നാണ് വരിക. നെക്സ്റ്റ് വൺ നോക്കിയേ, മീഗർ എമൗണ്ട്സ്. മീഗറിൻ്റെ സ്പെല്ലിംഗ് എന്താ? MEAGER എന്നാണ് വരിക. എമൗണ്ട്സ് ടു ദാലല്ല, എമൗണ്ട്സ് ഓഫ് ദാൽ, ദാലിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അവിടെ ടു എന്നല്ല ഓഫ്, ഓക്കെ എന്നാണ് വരിക. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ 4 ഇറേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 ചോദിച്ചതാണ്. ടുഡേ ഓവർ 50 years later the stream have dried up. Women walks long distances to water which is not always clean and children will never know what they has lost. ഇതിലെ ഇറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇതിൽ ഒരു പെർട്ടിക്കുലർ ഗ്രാമർ പാട്ടിൽ നിന്നാണ് കുറച്ചൊക്കെ വന്നിരിക്കുന്നത്. ഇതിൽ നോക്കിയേ, ടുഡേ ഓവർ 50 years later ദ സ്ട്രീം ഹാവ് ഡ്രൈഡ് അപ്പ് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് സ്ട്രീം എന്നുള്ളത് ഒരു സ്ട്രീമിൻ്റെ ആട്ടോ പറഞ്ഞേക്കണം, ഒരു അരുവി. അപ്പോൾ അത് സിംഗുലർ ആണല്ലോ, ഒരെണ്ണം ഉള്ളെങ്കിൽ സിംഗിളാണ്, ഒരെണ്ണം സിംഗുലറാണ്. സിംഗുലറിൻ്റെ കൂടെ, അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക സ്ട്രീമിനെ. സ്ട്രീം സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബാണ് വരുള്ളൂ. ഇവിടെ ഹാവ് എന്ന് പറയുന്നത് സിംഗുലർ വേർബ് അല്ല, ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബാണ്. അതായത് ഒരെണ്ണം ആണെങ്കിൽ വരുന്നത് ഹാവ് അല്ല, ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഹാവ് എന്ന് വരും. അതായത് സ്ട്രീംസ് ആയിരുന്നെങ്കിൽ ഹാവ് ഓക്കെയാണ്, പക്ഷെ ഇവിടെ സ്ട്രീംന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ ചേർക്കേണ്ടത്? ഹാസ് ആണ് ചേർക്കേണ്ടത്. സ്ട്രീം ഹാസ് ഡ്രൈഡ് അപ്പ്. അടുത്തത് നോക്കിക്കേ, വിമിൻ വാക്സ്. കണ്ടോ, വിമിൻ എന്ന് പറഞ്ഞാൽ ഒരു വുമൺ അല്ല, ഒന്നിലധികം സ്ത്രീകളെന്നാണ്. അപ്പോൾ വിമിൻ എന്നുള്ളത് പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ പ്ലൂറൽ വേർബാ വരാം. അവിടെ നോക്കിയേ, വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിംഗുലറായി പോവാണ്. വാക്സ് സിംഗുലറാണ്, വാക്കാണ് പ്ലൂറൽ. ഓക്കെ, അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബ് തന്നെ ചേർക്കണം. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് ചേർക്കണം. ഇവിടെ വന്നിരിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റാണ്. വിമിൻ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് വാക്ക് എന്നുള്ള പ്ലൂറൽ വേർബാണ് ചേർക്കേണ്ടത്. ഈ വാക്സിൽ എസ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇത് പ്ലൂറലാണല്ലോ, എസ് ഉണ്ടല്ലോ. അല്ല, നമ്മൾ വേർബ്സിൻ്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ എന്നല്ല അതിൻ്റെ മീനിങ്, അത് സിംഗുലർ എന്നാണ് മീനിങ്. ഓക്കെ, വിമിൻ്റെ കൂടെ വാക്കാണ് വരേണ്ടത്. വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ടു വാട്ടർ. ടു വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് എന്നാണ് മീനിങ്. ശരിക്കും വെള്ളത്തിന് വേണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ വരണം? ഡിസ്റ്റൻസസ് ഫോർ വാട്ടർ, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളം എടുക്കാൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വിമൻ കുറേ നടക്കുന്നല്ല, നമ്മൾ വെള്ളത്തിലേക്ക് നടന്നു പോയല്ലോ എടുക്കുക, വെള്ളത്തിന് വേണ്ടിയിട്ട് പോയി എടുക്കുന്നു അല്ലേ? യെസ്, വിച്ച് ഇസ് നോട്ട് ഓൾവേസ് ക്ലീൻ ആൻഡ് ചിൽഡ്രൻ വിൽ നെവർ നോ വാട്ട് ദേ ഹാസ് ലോസ്റ്റ്. ദേ കഴിഞ്ഞിട്ട് ഹാസ് വരില്ല. ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അല്ലേ? പ്ലൂറൽ കഴിഞ്ഞിട്ടല്ല ഹാസ് വന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ, സിംഗുലർ കഴിഞ്ഞിട്ടാണ് ഹാസ് വൻ എന്ന് പറഞ്ഞു അല്ലേ, സ്ട്രീമിൻ്റെ കേസ് പറഞ്ഞപ്പോൾ. അപ്പോൾ പ്ലൂറൽ കഴിഞ്ഞിട്ട് എന്താ വരിക? ഹാവ്. ദേ കഴിഞ്ഞിട്ട് ഹാവ് വരിക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഹാവ് എവിടേക്കാണ് വരാമെന്ന്. ഐ, യു, വി, ദേ, ഈ പറയുന്ന 4 പ്രൊനൗൺസിൻ്റെ കൂടെ, അതായത് ഐ, യു, വി, ദേയുടെ കൂടെ വരുന്നത് ഹാവ്. ഹീ, ഷീ, ഇറ്റ് കഴിഞ്ഞ് വരുന്നത് ഹാസ്. ഐ, യു, വി, ദേ, ഹീ, ഷീ, ഇറ്റ്, ഇതിൻ്റെ എല്ലാം കൂടെ വരുന്നത് ഹാഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങളപ്പോൾ ചിന്തിക്കും ഐ എന്നുള്ളത് സിംഗുലർ അല്ലേ? ഐ എപ്പോഴും അങ്ങനെയാണ്, ഭയങ്കര എക്സെപ്ഷൻസും ഭയങ്കര പ്രത്യേകത ഉള്ള ആളാണ്. ഐയുടെ കൂടെ ഹാവ് ചേർക്കാം, കുഴപ്പമില്ല. യുയുടെ കൂടെ ഹാവ് ചേർക്കാം. അവർ സിംഗുലർ ആയാലും അവരുടെ കൂടെ ഹാവ് ചേർക്കുള്ളൂ. പ്ലൂറൽ ആണെങ്കിൽ മാത്രമേ ചേർക്കുള്ളൂ എന്നുള്ള റൂൾ അവിടെ അങ്ങോട്ട് മാറാണ്. ഐയും യുവും സ്പെഷ്യൽ ആളുകളാണ് കേട്ടോ. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റാണ്. പ്ലൂറൽ ആയാലാണ് ഹാവ് ചേർക്കുള്ളൂ. ഇവിടെ ദേ കഴിഞ്ഞിട്ട് ഒരിക്കലും ഹാസ് വരില്ല, ദേ കഴിഞ്ഞിട്ട് വരുന്നത് ഹാവ് എന്നാണ്. ഓക്കെ, ദേ ഹാവ് ലോസ്റ്റ്. കണ്ടോ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ടുഡേ ഓവർ 50 years later ദ സ്ട്രീം ഹാവ് ഡ്രൈഡ് അപ്പ്. എന്തായി? സ്ട്രീം ഹാസ് ആയി. വിമിൻ വാക്സ് എന്തായി? വിമിൻ വാക്കായി. ലോങ് ഡിസ്റ്റൻസസ് ടു വാട്ടറില്ല, ഫോർ വാട്ടർ, വെള്ളം എടുക്കാൻ. which is not always clean and children will never know what they has lost അല്ല, what they have lost. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2021 ചോദിച്ചതാണ്. My inspiration come from my childhood experiences and observations of nature on rural Kenya. As I was growing up,
I witnessed forests being cleared and replaced by commercial plantations who destroyed local biodiversity and the capacity of the forest to conserve water. ഇവിടെ നോക്കിക്കേ, മൈ ഇൻസ്പിറേഷൻ കം ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്. എൻ്റെ ഇൻസ്പിറേഷൻസ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് അല്ലേ, കഴിഞ്ഞു പോയില്ലേ. കം ഹിയർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ വരുമെന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. കം ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഇങ്ങോട്ട് വന്നാണ്, അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരിക്കലും പാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ കം എന്ന് വരില്ല, പകരം അവിടെ എന്താ വരിക, ഖെയിം എന്ന് വരും. എന്താണ്, ഖെയിം ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്. കണ്ടോ, മൈ ഇൻസ്പിറേഷൻ കം മാറിയിട്ട് മൈ ഇൻസ്പിറേഷൻ ഖെയിം ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് നേച്ചർ ഓൺ റൂറൽ കെനിയ. റൂറൽ കെനിയയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിത്തിൻ കെനിയ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഓൺ ആണോ അവിടെ വരിക, അല്ല, ഇൻ റൂറൽ കെനിയ. കെനിയയിലെ റൂറലിൽ എന്നാണ് ഉദ്ദേശം, റൂറലിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ റൂറൽ കെനിയാണ് വരിക, ഓൺ എന്ന് വരില്ല. ഓക്കെ, എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് നേച്ചർ ഇൻ റൂറൽ കെനിയയിലെ കാര്യമല്ലേ പറയണേ, അപ്പോൾ ഓൺ എന്ന് വരില്ല ഒരിക്കലും. ഓൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്തിൻ്റെങ്കിലും മുകളിൽ അങ്ങനെ പറയാനാണ് കോമൺ. അതായത് ഇപ്പോൾ എന്തിനേലും മുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിവറിൻ്റെ ബാങ്ക്സിലാണെങ്കിൽ, പുഴയുടെ കരയിലാണെങ്കിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ എന്ന് പറയാറുണ്ട് കേട്ടോ. അതല്ലാതെ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബോൾ എടുത്ത് വെച്ചു, അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ റൂറൽ കെനിയയിൽ എന്ന് പറയുമ്പോൾ ഇൻ എന്നാണ് വരിക, അതിൻ്റെ അകത്ത്. ഓക്കെ, വിത്തിൻ എന്ന് കാണിക്കാനാണ്. ഓണിൻ്റെ യൂസേജ് പ്രപ്പോസിഷൻസ് നമ്മൾ വേറൊരു വീഡിയോയിൽ പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, ആസ് ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ വിറ്റ്നസ്ഡ് ഫോറസ്റ്റ് ബീൻ ക്ലിയർഡ്. ഫോറസ്റ്റ് ബീൻ ക്ലിയർഡ് എന്നല്ല പറയേണ്ടത്, ഫോറസ്റ്റ് ഹാഡ് ബീൻ ക്ലിയർഡ് എന്ന് പറയണം. കാരണം ഈ ഹാഡ് ബീൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, പെർഫെക്റ്റ് എന്ന് കാണുമ്പോൾ, അതായത് ഹാഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക അവിടെ പെർഫെക്റ്റ് എന്നുള്ള ടെൻസിൽ അത് വരാണെന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, ഹാസ്, ഹാവ്, ഹാഡ് വന്ന പെർഫെക്റ്റ് എന്നുള്ളത് വന്നു കഴിഞ്ഞു, പെർഫെക്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞു എന്ന് ഓർക്കുക. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് ഹാഡ് ബീൻ ക്ലിയർഡ് എന്നാണ് വരേണ്ടത്. വൈ? കാരണം ഇവിടെ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു. അപ്പോൾ ഞാൻ വിറ്റ്നസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ അവിടെ ഫോറസ്റ്റ് ക്ലിയറിങ് തുടങ്ങിയിട്ടുണ്ടാവണം, എന്നാലേ നമ്മൾ വിറ്റ്നസ് ചെയ്യുള്ളൂ. അവിടെ ഫോറസ്റ്റ് ക്ലിയറിങ് ആണ് ആദ്യം നടന്നേക്കണേ, അത് കഴിഞ്ഞിട്ട് ഞാനിത് കാണണേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തിന് തൊട്ട് മുമ്പ് വേറൊരു ആക്ഷൻ നടന്ന് കഴിഞ്ഞിട്ടുണ്ടാവണം. അതായത് ഞാൻ വിറ്റ്നസ് ചെയ്യുന്നു, അതിന് മുമ്പെയാണ് അവർ ഫോറസ്റ്റ് ക്ലിയറിങ് ചെയ്തേക്കുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഹാഡ് ബീൻ എന്ന് യൂസ് ചെയ്യണം. കണ്ടോ, അവിടെ ആദ്യം ഫോറസ്റ്റ് ക്ലിയറിങ്ങിന് മുമ്പേ, അല്ല സോറി, വിറ്റ്നസ്സിങ്ങിന് മുമ്പേ ഫോറസ്റ്റ് ക്ലിയറിങ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ അവിടെ നടന്ന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വിറ്റ്നസ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഒരു ആക്ഷൻ നമുക്ക് മുമ്പേ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഡ് ബീൻ. കണ്ടോ, ഹാഡ് ബീൻ ക്ലിയർഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് ഹൂ ഡിസ്ട്രോയിഡ്. ഹൂ എന്ന് പറഞ്ഞാൽ ആളുകളുടെ കേസിലാണ് ഹൂ വരുള്ളൂ. അതല്ലാത്ത കേസാണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ യൂസ് ചെയ്യുക. ഇവിടെ നോക്കിയേ, വിച്ച് ഡിസ്ട്രോയിഡ്, അതായത് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ആളാണോ? അല്ല അല്ലേ, റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്, അത് ഡിസ്ട്രോയ് ചെയ്തു. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവിടെ ആളുകളല്ല, ആളുകളെ പറ്റി പറയുന്നില്ല. റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് വന്നപ്പോൾ മൊത്തം ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയണം. അപ്പോൾ ഇവിടെ ആളെന്ന് മീനിങ് ഇല്ല. അപ്പോൾ ഹൂ അല്ല ഒരിക്കലും വരുന്നത്. ആളുകളെ പറ്റി ഒരാൾ ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ഹൂ കറക്റ്റാണ്. പക്ഷേ ഇവിടെ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് വന്നപ്പോൾ എന്നാണ്, ഒരിക്കലും അതൊരു മനുഷ്യനല്ല. കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനേ അല്ല അല്ലേ. അപ്പോൾ അവിടെ എന്ത് വന്നു, വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ് വരിക. സോ ഇവിടെ വിച്ച് എന്ന് വന്നു. which destroyed local biodiversity and the capacity of the forest to conserve water. ഓക്കെ, സോ എല്ലാ പാരഗ്രാഫ്സും നമ്മൾ പറഞ്ഞു. അതിൽ 4 ഇറേഴ്സാണ് എല്ലാത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് എഡിറ്റ് ദ പാസേജിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് പാർട്ട് വേണമെന്നാണെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി. സെക്കൻഡ് പാർട്ടും നമുക്ക് ചെയ്യാം. സോ താങ്ക് യു.